ശ്രീലളിതാ സഹസ്രനാമസ്തോത്ര പഠനം 49 ഭാഗം. അമേ നാരായണ. ദേവിയുടെ 711 നാമമാണ് സാധ്വി. സാധ്വി എന്ന പദം സാധു അധികം ഇകാരം ചേർന്നതാണ്. സാധു എന്നാൽ സന്യാസി എന്നർത്ഥം. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രേരണകളിൽ നിന്ന് മുക്തനായവനാണ് സാധു അല്ലെങ്കിൽ സന്യാസി. ദേവി ഇപ്രകാരം സന്തോഷങ്ങളിൽ അമിതമായി ആനന്ദിക്കുകയോ സന്താപങ്ങളിൽ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യുന്നവളല്ല. ഇവയെല്ലാം തന്നെ മായയാണ് എന്ന ഉത്തമ ബോധ്യമുള്ള ദേവിയെ സാധു എന്ന് വിളിക്കുന്നു. കർമ്മബന്ധങ്ങളിൽ നിന്ന് പരിപൂർണ മുക്തി നേടിയവളാണ് ദേവി ലളിതാംബിക. അമിതമായി സന്തോഷിക്കുകയോ ആശങ്കപ്പെടുകയോ ചെയ്യാത്ത സമചിത്തതയോടെ വർത്തിക്കുന്ന ദേവി ലളിതാംബിക. ഈ മനസ്സിൻ്റെ സമചിത്തത എന്ന ഭാവം ദേവീഭക്തന് നൽകുന്നു. ഏറ്റവും ആത്മാർത്ഥതയോടെ ദേവീഭജനം നടത്തുന്ന ഒരുവൻ സാധുവായി മാറുന്നു. നാമം 712 നാം ഈ കാരത്തെ വർണ്ണിക്കുന്നു. ഈ കാരം ആ എന്ന ശബ്ദം അകാരം വിഷ്ണുവിനെയും ഈ കാരം ഈ എന്ന ശബ്ദം ശക്തിയെയും സൂചിപ്പിക്കുന്നു. ബീജാക്ഷരികളാണ് രണ്ടും. വിഷ്ണുവിൻ്റെ സഹോദരി എന്ന അർത്ഥത്തിലാണ് ഈ കാരത്തിലൂടെ ദേവിയെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ വിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ ദേവി വിഷ്ണുവിൻ്റെ സഹോദരിയായി കൃഷ്ണ സഹോദരിയായി അവതരിച്ച് മഹാവിഷ്ണു നിൻ്റെ അന്തകനായി ജനിച്ചിരിക്കുന്നു, നിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് കംസന് താക്കീത് നൽകുന്നത് ദേവിയാണ്. പ്രകാരം ദേവി വിഷ്ണു സഹോദരിയാണ്. ഇനി ലളിതാ ത്രിസതി നാമപ്രകാരം ദേവിയെ ഇകാരരൂപ എന്ന് വർണ്ണിക്കുന്നു. ഇവിടെ ഇകാരം എന്നുള്ളത് കൊണ്ട് കാമകല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാമകല സ്വരൂപമാക്കിയ ദേവി ലളിതാംബിക. 713 നാമം ഗുരുമണ്ഡല രൂപിണി. പ്രപഞ്ചത്തിലെ എല്ലാ ഗുരുപരമ്പരകളും ദേവിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്നർത്ഥത്തിലാണ് ദേവിയെ ഗുരുമണ്ഡല രൂപിണി എന്ന് വിളിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠയായ ഗുരു ദേവി ലളിതാംബികയാകുന്നു എന്ന് അർത്ഥം. അദ്വൈത ഗുരു പരമ്പരയിൽ പ്രകാരം പറയുന്നു: സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മത് ആചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര. അദ്വൈത ഗുരു പരമ്പരയെ 3 ശാഖകളായി തിരിക്കുന്നു. ഒന്ന് ദേവപരമ്പര. ദേവപരമ്പര ആരംഭിക്കുന്നത് ശിവൻ, ബ്രഹ്മാവ് എന്നിവരാലാണ്. സത്യയുഗത്തിൽ ഗുരുക്കന്മാരായി ഇരുന്നവർ. സത്യയുഗം അല്ലെങ്കിൽ കൃതായുഗത്തിൽ ഗുരുക്കന്മാരായിരുന്നവർ ഇവരാണ്. അടുത്ത ശാഖ ഋഷി പരമ്പരയാണ്. ഋഷി പരമ്പരയിലെ വസിഷ്ഠൻ, പരാശരൻ എന്നിവർ ത്രേതായുഗത്തിലും വ്യാസൻ, ശുകമഹർഷി എന്നിവർ ദ്വാപര യുഗത്തിലും. മാനവ പരമ്പര. 3ാമത്തെ ശാഖയായ മാനവ പരമ്പരയിലെ ഗൗതപാദൻ, ഗോവിന്ദ ഭഗവത് പാദർ, ശങ്കര ഭഗവത് പാദർ എന്നിവർ കലിയുഗത്തിലെയും ഗുരുക്കന്മാരാണ്. ഇത് അദ്വൈത ഗുരുപരമ്പര മാത്രമാണ്. ഇനി വിശിഷ്ടാദ്വൈതത്തിൽ ഒരു ഗുരുപരമ്പരയുണ്ട്. ദ്വൈത സിദ്ധാന്തം ഫോളോ ചെയ്യുന്നവർക്ക് അവർക്കൊരു ഗുരുപരമ്പരയുണ്ട്. ഇപ്രകാരം എത്ര ഗുരുപരമ്പരകളുണ്ടോ അവരെല്ലാം തന്നെ ദേവി ലളിതാംബികയുടെ ശിഷ്യന്മാരാണ്. ദേവിയിൽ നിന്നാണ് ഈ ഗുരുപരമ്പരകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് എന്ന അർത്ഥം. പ്രപഞ്ചത്തിൻ്റെ തന്നെ ഗുരുവായ ദേവി ലളിതാംബിക. 714 നാമം കുലോത്തീർണ. കുലം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇന്ദ്രിയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അതീതയായ ദേവി ലളിതാംബിക. ദേവിയുടെ നിർഗുണ പരബ്രഹ്മഭാവത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നിർഗുണ പരബ്രഹ്മം സന്തോഷ സന്താപങ്ങൾക്കും അനുഭവങ്ങൾക്കും ചിന്തകൾക്കും ആകുലതകൾക്കും ഒക്കെ അതീതമായതാണ്. ബ്രഹ്മം മാത്രമാണ് യാഥാർത്ഥ്യം എന്ന
എന്നറിയുന്ന സകലത്തിനും സാക്ഷിയായ വിമർശരൂപിയായ നിർഗുണ പരബ്രഹ്മ രൂപത്തിൽ നിൽക്കുന്ന ദേവി ലളിതാംബിക. ആ ദേവി ഇന്ദ്രിയങ്ങൾക്ക് അതീതയാണ്. ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ ദേവിയെ അറിയുക സാധ്യമല്ല. ധ്യാനത്തിലൂടെ മാത്രം അറിയാൻ സാധിക്കുന്ന ദേവി ചൈതന്യം. ആ ദേവിയെയാണ് കുലോത്തീർണ എന്ന് വിളിക്കുന്നത്. 715 നാമം ഭഗാരാധ്യ. ഭഗം എന്നുള്ളത് കൊണ്ട് സൂര്യമണ്ഡലം എന്നൊരു അർത്ഥമുണ്ട്. സൂര്യമണ്ഡല മധ്യത്തിൽ വസിക്കുന്ന ദേവി ലളിതാംബിക. ഇനി ഭഗത്തിന് 6 ഗുണങ്ങൾ: ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങളാലും ആരാധിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. 716 നാമം മായ. ബ്രഹ്മത്തെ മറയ്ക്കുന്ന ഒരു ശീലയാകുന്നു മായ. ഈ ശീല നീക്കിയാൽ, ഈ ഒരു കേർട്ടൻ നീക്കിയാൽ മാത്രമേ നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ സാധിക്കൂ. നമ്മുടെ അജ്ഞാനമാകുന്ന ഒരു ശീലയാൽ ബ്രഹ്മജ്ഞാനം മറഞ്ഞിരിക്കുന്നു. ഈ ബ്രഹ്മജ്ഞാനം തേടുന്നവർക്ക് മുന്നിൽ മാത്രമേ ഈ ശീല നീക്കി ബ്രഹ്മം പുറത്തു വരുന്നുള്ളൂ. ആ ബ്രഹ്മത്തെ പൊതിഞ്ഞിരിക്കുന്ന ശീലയായ മായാരൂപിയായ ദേവി ലളിതാംബിക. ദേവി ഒരേ സമയം ബ്രഹ്മരൂപിണിയും മായാസ്വരൂപിണിയുമായിരിക്കുന്നു. യാഥാർത്ഥ്യത്തെ മറച്ചിരിക്കുന്നത് എന്താണോ അതാണ് മായ. ആ മായാരൂപിയായ ലളിതാംബിക. 717 മധുമതി. മധു എന്നാൽ തേൻ, മതി എന്നാൽ ബുദ്ധി, സദ്ബുദ്ധി, പരമമായ ജ്ഞാനം. മായയ്ക്ക് അപ്പുറത്ത് നിലനിൽക്കുന്നത് എന്താണോ അതാണ് മധുമതി. അപ്പോൾ ഒരേ സമയം മായാരൂപിയും ആ മായയ്ക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യമായ ബ്രഹ്മരൂപിയുമായി നിലനിൽക്കുന്ന ദേവി ലളിതാംബികയെയാണ് നാം വർണ്ണിക്കുന്നത്. 718 മഹി. മഹി എന്നാൽ ഭൂമി, ഭൂമിദേവിയായ ഈ പ്രകൃതി തന്നെയായ, പ്രകൃതിയിൽ സൃഷ്ടി സംഭവിക്കുന്നത് പ്രകൃതിയും പുരുഷനും ഈ 2 ശക്തികൾ ചേരുമ്പോഴാണ്. സൃഷ്ടി എന്ന കർത്തവ്യത്തിന് ഒരു സാധ്യത നൽകുന്നത് തന്നെ പ്രകൃതിയാണ്. അതിനാൽ ഭൂമിദേവിയായ, അമ്മയായ, പ്രകൃതി മാതാവായ ദേവിയെ മഹി എന്ന് വർണ്ണിക്കുന്നു. 719 നാമം ഗണാംബ. ഗണങ്ങൾ, ശിവഭൂതഗണങ്ങളുടെ അമ്മയായ, അമ്പയായ ദേവി ലളിതാംബിക. പ്രധാനമായ ശിവഭൂതഗണങ്ങളാണ് കുക്കുടൻ, മയൂരൻ, താരകൻ, തിലപർണൻ, സ്ഥൂലകർണൻ, പ്രഭാമയൻ, പ്രമദൻ, ശംഖുകർണൻ, മഹാകാളൻ, സുഖേശൻ, സുമുഖൻ, വിരാടൻ, കിരാതൻ, ബാണൻ, ഗോകർണൻ എന്നിവ. ഇവരുടെ അമ്മയായ ദേവി ലളിതാംബിക. ഇനി ഗണപതിയുടെ അമ്മ എന്നർത്ഥത്തിലും ദേവിയെ ഗണാംബ എന്ന് വിളിക്കാറുണ്ട്. 720 നാമം ഗുഹ്യകാരാധ്യ. ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവർ. ആരാണ് ഗുഹ്യകന്മാർ? കുബേരൻ്റെ സേവകരാണ് ഗുഹ്യകന്മാർ. ദേവലോകത്ത് യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ അവരെ പോലെ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങായി ദേവലോകത്ത് വസിക്കുന്നവരാണ് ഗുഹ്യകന്മാർ. ഈ ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. ഗുഹ്യകന്മാർക്ക് പക്ഷിയും കുതിരയും ചേർന്നതുപോലെയുള്ള ശരീരമാണ്. അശ്വിനി കുമാരന്മാരൊക്കെ ഗുഹ്യകന്മാരാണ് എന്നാണ് പറയുന്നത്. ഗുഹ്യകന്മാർ ഗുഹകളിൽ വസിക്കുന്ന, രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നവരാണ് ഗുഹ്യകന്മാർ. അപ്പോൾ ദേവിയുടെ ആരാധനയെല്ലാം രഹസ്യമായിട്ടാണ്. പ്രകാരം രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഭക്തരാൽ ആരാധിക്കപ്പെടുന്ന ദേവി എന്ന അർത്ഥത്തിൽ ദേവിയെ ഗുഹ്യകാരാധ്യ എന്ന് വിളിക്കുന്നു.